നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ചാഴൂർ ജയന്തിപ്പടവ് ബണ്ട് റോഡിലെ പാലത്തിനടിയിൽ ശുചിമുറി മാലിന്യം തള്ളി. പൊതുജനക്ഷേമത്തിനായി 3.25 ഏക്കറോളം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കോൺഗ്രസ് നേതാവ് CJ പോൾസന് ജനകീയ ആദരവ്. മഴ മൂലം മാറ്റിവെച്ച പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ഷഷ്ടി ആഘോഷ പരിപാടികൾ ഞായറാഴ്ച. വാർത്തകൾ വിശദമായി നോക്കാം. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി പടവിലൂടെ കടന്നുപോകുന്ന ജയന്തി ബണ്ട് റോഡിലെ പാലത്തിനടിയിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ 250 ഏക്കർ വരുന്ന ജയന്തി പടവിൽ കൃഷിക്കാവശ്യമായ വെള്ളം കൊണ്ടുപോകുന്ന പ്രധാന ചാലിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കൃഷി ഒരുക്കുന്നതിനായുള്ള പണികൾ നടന്നു വരുന്ന സമയത്ത് തോട്ടിൽ മാലിന്യം കലർത്തിയത് കർഷകർക്കും അനുബന്ധ ജോലികൾ ചെയ്യുന്ന നിരവധി തൊഴിലാളികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയതായി പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥിരമായി ശുചിമുറി മാലിന്യവും അജൈവ മാലിന്യങ്ങളും തള്ളുന്നത് പതിവാണ്. ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യ വിഭാഗത്തിനും നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇപ്പോഴും കടലാസിൽ മാത്രമായി ഒതുങ്ങുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർക്കഥയാവുന്നത്. പൊതു കളിസ്ഥലത്തിനും നിർധനർക്ക് വീട് നിർമ്മിക്കുന്നതിനും ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്ററിനുമായി 3.25 ഏക്കറോളം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ CJ പോൾസന് ജനകീയ ആദരവ് നൽകി. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. മൂന്നുപടിക ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫലവിസ്തൃതി മാത്രം പോരാ, മനസ്സിന്റെ വലുപ്പമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാൻ പോൾസന് ചിന്ത നൽകിയത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയാണ്, ഭൂവിസ്തൃതി മാത്രമല്ല മനസ്സിന്റെ വിശാലതയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ കേട്ട ഭൂദാന യജ്ഞം അത് വിനോബാ ഭാവെയുടെ കാലത്താണ്. കേരള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അതിന് പുതിയ ഒരു ഓമന പേര് നൽകി, അതിന് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പേരിട്ട് വിളിച്ചു. പക്ഷെ അത് ലൈഫ് ഇല്ലാത്ത പദ്ധതിയായിട്ട് മാറി. ലൈഫ് മിഷൻ പദ്ധതിക്ക് ഇന്ന് ജീവനില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ലൈഫിന്റെ മലയാളാർത്ഥം ജീവനാണ്. ലൈഫ് മിഷൻ പദ്ധതി ഇന്ന് ലൈഫ്ലെസ് പദ്ധതിയായി, ജീവനില്ലാത്ത പദ്ധതിയായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ വീട് വയ്ക്കാൻ, പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഗൾഫിലുള്ള റെഡ് ക്രോസ് സംഘടന നൽകിയ 10 കോടി രൂപ പോലും അതിൽ നിന്ന് പോലും കൈയിട്ട് വാരിയവരാണ്. ഭവനരഹിതരായ ആളുകൾക്ക് അവിടെ ലഭിക്കേണ്ട ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ തടസ്സം നിന്നവരാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ ആ ഭവനരഹിതരുടെ പ്രയാസങ്ങൾക്കാണ് ഇവിടെ പോൾസൺ പരിഹാരമുണ്ടാക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന സുത്യർഹമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. 10 പേർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം നൽകുന്നതിനുള്ള രേഖ കൈമാറലും ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്ററിനുള്ള സ്ഥലം കൈമാറ്റവും ചടങ്ങിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, MP വിൻസെന്റ്, CM മുഹമ്മദ് റഷീദ്, ജോസ് വള്ളൂർ, KB ശശികുമാർ, TU രാധാകൃഷ്ണൻ, KV ദാസൻ, സോണിയ ഗിരി, MK അബ്ദുൽ സലാം, PK മുഹമ്മദ്, KF ഡൊമിനിക്, PMA ജബ്ബാർ, CS രവീന്ദ്രൻ, TM നാസർ, CC ബാബുരാജ്, സുനിൽ P മേനോൻ, KV അബ്ദുൽ മജീദ്, PB മൊയ്തു, CJ ജോഷി, അനസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളായ ഉപരിപഠനം നടത്തുന്ന SC വിദ്യാർത്ഥികൾക്ക് ധനസഹായം, വായനശാലകൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് വിതരണം, SC വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ഷീജ സദാനന്ദൻ, ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, ആൻഡോ തുറയൻ, രതി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് വേണ്ടി ഫർണിച്ചറിന്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. 1,75,000 രൂപ വകയിരുത്തിക്കൊണ്ട് 35 പേർക്കാണ് നമ്മൾ ഫർണിച്ചർ ഇവിടെ കൊടുക്കുന്നത്. ഒരു ഫർണിച്ചറിന് 4,990 രൂപ, 5,000 രൂപയോളം വിലയുള്ള
ഫർണിച്ചറാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് 7,65,000 രൂപ, അത് 32 പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. വായനശാലകൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ 8,300 രൂപ. ഇങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ കുട്ടികൾക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രൊജക്ട് വയ്ക്കാറുണ്ട്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ LP ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മെന്റലിസ്റ്റും മോട്ടിവേറ്ററുമായ അനിൽ പരപ്പനങ്ങാടി ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക BB അമ്പളി, അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൽ മജീദ്, ഡെപ്യൂട്ടി HM PS സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ടീച്ചറും കുട്ടിയോളും മരത്തണലിൽ ഇത്തിരി നേരം എന്ന പരിപാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രധാനാധ്യാപികയുമായിരുന്ന CK ബിന്ദുമോൾ സംസാരിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും മുൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാചരണവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ അനുസ്മരണ ചടങ്ങ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, CR രാജൻ, രാമൻ നമ്പൂതിരി, ഹബീബുള്ള, ബെന്നി തട്ടിൽ, EM ബഷീർ, KG ശിവജി, NB സലീഷ്, ലൂയിസ് താണിക്കൽ, അഡ്വക്കേറ്റ് റോയ് ആന്റണി, അനിൽ ചക്കാണ്ടി എന്നിവർ സംസാരിച്ചു. അമേരിക്കയുടെ 7ാം വ്യൂഹ കപ്പൽപ്പട ഈ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടും, നമ്മുടെ സമുദ്രാതിർത്തി കടന്ന് ഞങ്ങളുടെ ഇത് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പുറപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പക്ഷേ തിരിച്ചു പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഉജ്ജ്വലയായ ഒരു ധീര രക്തസാക്ഷി കൂടിയാണ് പ്രിയപ്പെട്ട ഇന്ദിരാജി. അതുപോലെ തന്നെ മറ്റൊരു ഇന്നത്തെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനവും ഇന്ന് തന്നെയാണ്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ വികസന രേഖാ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. CC മുകുന്ദൻ MLA, തളിക്കുളം ബ്ലോക്ക് ഡിവിഷൻ പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, കിസാൻ സഭ നാട്ടിക മണ്ഡലം സെക്രട്ടറി BR മോഹൻദാസ്, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BC കിഷോർ, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ KS, സീന കണ്ണൻ, സുജിന്ത് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. CPM അന്തിക്കാട് കിഴക്ക് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ BK വേലായുധൻ ചരമദിനാചരണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. AV ശ്രീവത്സൻ, TI ചാക്കോ, KV രാജേഷ്, VA ദിവാകരൻ, KR രഭീഷ്, ഷിബു പൈനൂർ, കൃഷ്ണൻകുട്ടി മാണിക്കത്ത്, KG ഭുവനൻ, CR ശശി, ദിലീപ് കുമാർ, ഷാജി പുലിയടത്ത്, പ്രേംശങ്കർ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ കുടുംബയോഗങ്ങൾക്ക് സമാപനമായി. എടമുട്ടം രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന സമാപന യോഗം KSSPU ജില്ലാ പ്രസിഡന്റ് EB ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം റീത്ത, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, MB മോഹനൻ, KK കമലാവതി, ED ആശലത, PR ഗോപിനാഥൻ, PA ജോസഫ്, KV ജയിൻ, TMC രാജൻ, സുഷമ, MG സന്തോഷ് കുമാർ, NK അശോകൻ, MV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലക്കി ഡിപ്പ് ക്വിസ് മത്സരവും നടന്നു. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവരോടൊപ്പം അണിചേരുകയും ഇവിടെയുള്ള എന്ത് കെടുതികൾ കേരളത്തിലുണ്ടായാലും നമ്മുടെ പെൻഷൻകാരിൽ നിന്ന് സംഭാവന വിളിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തിട്ടുള്ള എടമുട്ടം ക്രിസ്തുരാജ പള്ളിയിൽ ജപമാല സമാപനം ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ സ്റ്റിക്സൺ കണ്ണമ്പുള്ളി, ഇടവക വികാരി ഫാദർ ജിബിൻ നായത്തോടൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ജപമാല പ്രദക്ഷിണം നടന്നു. ദേവാലയത്തിൽ ടാബ്ലോയും ഒരുക്കിയിരുന്നു. ഇന്റൻസീവ് ഫെയ്ത്ത് ലാബിന്റെ ആഭിമുഖ്യത്തിൽ മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് മരിയൻ എക്സിബിഷനും ജപമാല നിർമ്മാണ മത്സരവും നടത്തി. വർണ്ണമഴ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ.
അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനവും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P ബിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PC ജയപാലൻ, PK നന്ദനൻ, മധു അന്തിക്കാട്ട്, AK വാസൻ എന്നിവർ സംസാരിച്ചു. നിഷ ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, രാജൻ കുരുടിയാറ, മുഹമ്മദ് അലി തൃപ്പയ്യാർ, ജയരാജൻ MV, ജയരാമൻ അണ്ടയെഴുത്ത്, ബാബു AB, ഹരി PK, ഷെരീഫ് പാണ്ടികശാല, കണ്ണൻ പനക്കൽ എന്നിവർ സംസാരിച്ചു. ജ്വലിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനിയുടെ ധീര രക്തസാക്ഷിത്വം സംഭവ ബഹുലമാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതരേഖ ത്യാഗസുരഭിലമാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതയാത്ര നമ്മൾക്കെല്ലാം ഓർക്കുന്ന, ഇന്നും ഓർക്കുന്ന ഗരീബി ഘടാവോ എന്ന രാജ്യത്തിൻ്റെ എക്കാലത്തെയും ശ്രദ്ധേയവും പ്രസക്തവുമായ മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചതാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രരുടെ വീടിന്റെ തറക്കല്ലിടൽ നടത്തിക്കൊണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും ലൈഫ് കുടുംബങ്ങളുടെ സംഗമവും താക്കോൽ വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തി. KC വാസു ഹാളിൽ നടന്ന ചടങ്ങിൽ ലൈഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജനപ്രതിനിധികളായ മല്ലിക ദേവൻ, പ്രില്ല സുധി, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, KK പ്രഹർഷൻ, മണി ഉണ്ണികൃഷ്ണൻ, അനിത കാർത്തികേയൻ, രശ്മി ഷിജോ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വീടും സ്ഥലവുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഫ്ലാറ്റ് നിർമ്മിക്കുന്നത്. ആ ഫ്ലാറ്റ് നിർമ്മിക്കുന്നത് കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം
എന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാജുവലി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ അത് ആവശ്യപ്പെടാൻ തുടങ്ങും. അങ്ങനെ മാറ്റിവെച്ചാൽ അതുകൂടെ ഭൂമിയും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് കൂടെ വീടുണ്ടാക്കാൻ കഴിയും. കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ LDF തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളത്ത് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. തളിക്കുളം സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി സുഭിൻ നാസർ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR സീത, EPK സുഭാഷിതൻ, അലോക് മോഹൻ, CPI തളിക്കുളം അസിസ്റ്റന്റ് സെക്രട്ടറി KV അനിൽകുമാർ, PS രാജീവ്, ES സുഗതകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ പാർലമെന്റിനകത്ത് ഒരു ചർച്ചയ്ക്ക് പോലും അവസരം കൊടുക്കാതെ ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ പാർലമെന്റുകളൊന്നാണ് ഇന്ത്യൻ പാർലമെന്റ്. ഏറ്റവും സുപ്രധാനമായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിന് നിർമ്മിച്ചു നൽകിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ് നിർവഹിച്ചു. 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, PTA പ്രസിഡന്റ് ഷിർഷാദ് അലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ റിജോന, റൈജു പോൾ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ 3 പേര് എഞ്ചിനീയർമാരാണ്. ഉണ്ട്, കോൺട്രാക്ടറുണ്ട്, ഞാനുണ്ട്. 3 പേര് വിവിധ എഞ്ചിനീയർമാരുടെ പദ്ധതിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. ഇപ്പോൾ ഒരാൾ കോളേജ് പദ്ധതി വരുന്ന ഒരാളും എഞ്ചിനീയറിംഗ് പദ്ധതി വരുന്ന ഒരാളും അവരുടെ കാഴ്ചപ്പാടുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകണം. ഏങ്ങണ്ടിയൂരിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ജാഥയും ക്ഷണപത്രികാ വിതരണവും നടത്തി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ വാദ്യമേളങ്ങളാലും വലപ്പാട് GDM LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാക്കിയ കേരള കലാരൂപങ്ങളുടെ കട്ടൌട്ടുകളാലും വർണ്ണാഭമായി. ജാഥ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ പുരുഷോത്തമൻ, KR ശിവദാസ്, പ്രീത സജീവ്, ഷീന ദിലീപ് കുമാർ, വികസന സമിതി ഭാരവാഹികളായ CK ബിജോയ്, AA ജാഫർ, ശ്രീജ മൗസ്മി എന്നിവർ സംസാരിച്ചു. നവംബർ 3 മുതൽ 6 വരെ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് തോമസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും ആചരിച്ചു. വാടനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ അനുസ്മരണ യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീജ, ബ്ലോക്ക് ഭാരവാഹികളായ CM ശിവപ്രസാദ്, ML സെബാസ്റ്റ്യൻ, PD ബെന്നി, CM രഘുനാഥ്, NJ സേവ്യർ, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് RA നാസർ, രാഗനാഥൻ വയക്കാട്ടിൽ, ആസിഫ് അലി കിഴക്കേതിൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവ ദിവസം കനത്ത മഴയായതിനാൽ മാറ്റിവെച്ച പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആഘോഷ പരിപാടികൾ ഞായറാഴ്ച നടക്കും. ഈ ആഘോഷ പരിപാടികൾ ഒന്നും മാറ്റം വരുത്താതെ തന്നെ നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രാവിലെ മുതൽ ഉച്ചവരെ ഉള്ള സമയം എടുത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാനാണ് ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 9-ന് ചാഴൂർ റോഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് പകൽ 3 മണിക്ക് ക്ഷേത്രനടയിൽ സമാപിക്കും. ഘോഷയാത്രയിൽ തകിൽ, നാഗസ്വരം, കാവടിയാട്ടം, ശിങ്കാരിമേളം, ശിങ്കാരി കാവടി, തമ്പോലം, ചിന്തുപാട്ട്, കലാരൂപങ്ങൾ എന്നിവ അണിനിരക്കും. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 1 ലക്ഷം രൂപ ആഘോഷ കമ്മിറ്റി സംഭാവന നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി അഭിലാഷ് തണ്ടയാമ്പറമ്പിൽ, പ്രേമനാഥൻ കുമ്പളപ്പറമ്പിൽ, മനോജ് ചെമ്പകശ്ശേരി, അജിത് കുമാർ ഏങ്ങൂര്, ഷിജിൽ കൂട്ടാല എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈ പടിഞ്ഞാട്ടുമുറി ദേശം കമ്മിറ്റി
ഇതിൻ്റെ പൊതുയോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരം ഇപ്പോൾ പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടഞ്ഞാറ്റുമുറി ദേശത്തിൻ്റെ ഭാഗമായി ഈ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് 1,00,000 രൂപ സംഭാവന കൊടുക്കണമെന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഈ ആഘോഷ പരിപാടികൾക്ക് ശേഷം കൊടുക്കുമെന്നുകൂടി അറിയിക്കുകയാണ്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ഫിറ്റ്നസ് സെന്റർ നടുവിൽക്കരയിൽ തുറന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, വാർഡ് മെമ്പർ MS സുജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത ഗണേശൻ, സുലേഖ ജമാലു, AS അബിത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ, ശ്രീകല ദേവാനന്ദ്, സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ വേറെ ആളുകൾ എണ്ണം കൂടിയിട്ട് ഇപ്പൊ രണ്ടാമതും കൂട്ടിയിട്ടുണ്ട്. അപ്പം 3 അടുപ്പത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ നമ്മുടെ ആളുകൾ കൂടുതൽ ആരോഗ്യവാനായിരുന്നു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ആരോഗ്യ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തളിക്കുളങ്ങര പരദേവത നാഗത്താൻകാവിൽ ധന്വന്തരി ജയന്തി ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ച ധന്വന്തരി ഹോമം നടന്നു. വയോജന സായാഹ്ന സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ജോലി എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു കുറച്ച് മടുപ്പ് വരും. മനുഷ്യ അവസ്ഥയാണത്, അത് മാറ്റം വരും. അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അവരൊക്കെ ഒരു 12 മാസം 11 മാസം ജോലി ചെയ്താൽ അടുത്തൊരു മാസം അവർ യാത്രകൾക്കായിട്ട് ഉപയോഗിക്കും. വേറെ ഒന്നിനല്ല, അവരുടെ മനസ്സ് റിലാക്സ് ചെയ്യാനും അവർ ഇനി വരുന്ന ബാക്കി 11 മാസം സ്വതന്ത്രമായിട്ടും ശക്തിയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജം തേടുന്നൊരു പ്രവൃത്തി കൂടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളും നാട്ടിലും അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഊട്ടി മൂന്നാറൊന്നും നിൽക്കാൻ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും അങ്ങോട്ട് കയറാൻ തന്നെ സ്ഥലങ്ങളിലെ വണ്ടികൾ പലതും പകുതി തടയുന്നു എന്ന് പറഞ്ഞു. കാരണം നാഗത്താൻകാവ് മഠാധിപതി TK സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സ്, ആശാവർക്കർ എന്നിവരെയും അടിയന്തരാവസ്ഥ വിരുദ്ധ സമര സേനാനികളെയും ചടങ്ങിൽ ആദരിച്ചു. കവിയും എഴുത്തുകാരനുമായ സുരേഷ് മാപ്രാണത്തിനെ അനുമോദിച്ചു. PP ബാലൻ, EC പത്മരാജൻ, കൈരളി തിലകൻ, രാജു വെന്നിക്കൽ, രാമചന്ദ്രൻ കുഴിക്കാട്ടുശ്ശേരി, ഡോക്ടർ NM അബ്ദുൽ വാരിസ്, ഡോക്ടർ ജയപ്രകാശ് അടിപറമ്പിൽ, ഡോക്ടർ ES ദീപു, അസിസ്റ്റന്റ് നഴ്സ് AI ഷാജിഫ, ആശാപ്രവർത്തക KG രേവതി, KP ഷാജി, PB മോഹൻദാസ്, EG ചന്ദ്രബോസ്, VS മദനൻ, AS സുജാത, ബേബി സൂര്യർ എന്നിവർ സംസാരിച്ചു.
ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെന്ററിൽ ചേർന്ന യോഗം ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. KK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KC പ്രസാദ്, VA ഷാജുദ്ദീൻ, CM നിസാർ, KD സതീഷ്, TN ഉദയകുമാർ, VD പ്രേംപ്രസാദ്, ഷൈന മുഹമ്മദ്, പ്രമീള ബൈജു, റെജിന രാജു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. 62 ലക്ഷം വരുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശം ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത് 400 രൂപയുടെ വർധനവാണ് ഒറ്റയടിക്ക്. 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ഗവൺമെൻറ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയായി സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കി വർദ്ധിപ്പിച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃത്തല്ലൂർ സെന്ററിൽ ചേർന്ന പൊതുയോഗം CPM തൃത്തല്ലൂർ LC സെക്രട്ടറിയും നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. MP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് മാത്തൂക്കാട്ടിൽ, AS അബിത്, A യൂസഫ്, ഹേമലത പ്രതാപൻ, ഓമന മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്. ഈ കേരളത്തിൽ മനോഹരമായ റോഡുകൾ ഉണ്ടാകുന്നു, ഈ കേരളത്തിൽ മനോഹരമായ പാലങ്ങൾ ഉണ്ടാകുന്നു, ഈ കേരളത്തിൽ ആശുപത്രികൾ ഉണ്ടാകുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുമാക്കി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ ചേർന്ന യോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ മണ്ണുമ്മൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, PK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഏരിയ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ BLS സിന്തറ്റിക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ടൂർണമെന്റ് BLS പ്രസിഡന്റ് OK പ്രൈസൺ ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കോർഡിനേറ്റർ ഷൈജു ചേറ്റുവ അധ്യക്ഷത വഹിച്ചു. ഷട്ടിൽ കളിയുടെ നിയമങ്ങളും സാധ്യതകളെയും കുറിച്ച് ജ്യോതിഷ് ക്ലാസ് നയിച്ചു. സുധിൻ തച്ചപ്പുള്ളി, മണികണ്ഠൻ പ്രാപ്പനാടൻ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിൽ 1ാം സ്ഥാനം നടുവിൽക്കര അഭിലാഷ് ആൻഡ് സതീഷ് ടീമും 2ാം സ്ഥാനം ഏങ്ങണ്ടിയൂർ ജ്യോതിഷ് ആൻഡ് അർജുൻ ടീമും കരസ്ഥമാക്കി. മികച്ച കളിക്കാരനായി വിനോദ് ശങ്കുണ്ണി ഏങ്ങണ്ടിയൂരിനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക, വർഗീയതയെ ചെറുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETO മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെന്ററിൽ നടത്തിയ ഉദ്ഘാടന ചടങ്ങ് മുരളി പെരുന്നല്ലി MLA നിർവഹിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, VA ഷാജുദ്ദീൻ, സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AP അജിത് ക്യാപ്റ്റനും, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് വൈസ് ക്യാപ്റ്റനും, NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിമോദ് മാനേജറുമായുള്ള ജാഥ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വാഴപ്പുഴ വെട്ടിക്കൊണ്ടുപോവുകയാണ്. അഥവാ ഭൂമിയിൽ അന്ന് ജനങ്ങൾക്ക് അവകാശമില്ല, ഇവിടെ ഇരിക്കുന്നവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹത്തിന്റെ കർഷക തൊഴിലാളികൾക്ക് ഒരു തുണ്ട് ഭൂമി കൈവശമില്ല. എല്ലാം കുടികിടപ്പുകാരെ ആ നിലയിലാണ് കിടന്നിരുന്നത് ആണല്ലോ. അത്തരമൊരവസ്ഥ കിടക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് EMSന്റെ ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്ന് 7ാം നാൾ നിയമസഭയ്ക്ക് കൊണ്ടുവന്ന നിയമമേത കുടിയിറക്ക് നിരോധന നിയമം. മനുഷ്യരെ മാടുകളെ പോലെ കുടിയിറക്കി. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും ആചരിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ യോഗം DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി BG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, വാസു വളാഞ്ചേരി, ബീന സേവ്യർ, ടോളി വിനീഷ്, പുഷ്പ വിശ്വംഭരൻ, ബീന തോമസ്, ജിഷ സുരേന്ദ്രൻ, ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, സെൽജി ഷാജു, ഇന്ദിര ഉത്തമൻ, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ BJP ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി സെന്ററിൽ നടത്തിയ ഉപവാസം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS ധനീഷ്, മഞ്ജു പ്രേംലാൽ, സന്തോഷ് പണിക്കശ്ശേരി, ആശ ഗോകുൽദാസ്, KB ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസ സമരത്തിന് അഭിവാദ്യം അറിയിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, OBC മോർച്ച സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഭഗീഷ് പുരാടൻ, BJP സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന എന്നിവർ സംസാരിച്ചു. മനുഷ്യർക്ക് സഞ്ചരിക്കാൻ നല്ല റോഡുകൾ ഉണ്ടാവുക, വീട്ടിൽ കുടിക്കാൻ കുടിവെള്ളം കിട്ടുക, വീടില്ലാത്തവർക്ക് വീട് നൽകുക, വീട്ടിൽ വൈദ്യുതി എത്തിച്ചു നൽകുക, ജനങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ നല്ല ആശുപത്രികൾ ഉണ്ടാവുക, നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. എന്ത് അടിസ്ഥാന സൗകര്യ വികസനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വാടാനപ്പള്ളി ഭരണസമിതി ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയായ ബോക്കാഷി ബക്കറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ജനപ്രതിനിധികളായ മേനക മധു, ശാന്ത സോളമൻ, മിനി ആൻഡോ, സരിത എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മുടെ എല്ലാ വീടുകളിലേക്കും മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബയോബിനായിട്ടും അത് ബൊക്കാഷി ബക്കറ്റായിട്ടും എല്ലാ വർഷവും നമ്മൾ പദ്ധതിയിൽ വെക്കുന്നുണ്ട്. അതുപോലെ റിംഗ് കമ്പോസ്റ്റ് കഴിഞ്ഞ വർഷം പദ്ധതി വെച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ ബൊക്കാഷി ബക്കറ്റാണ്. എല്ലാ കൊല്ലവും നമ്മൾ ശുചിത്വം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ശർക്കര കണ്ടോ, ഈ ശർക്കര ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഈ ചോട്ടിനൊന്ന് വെതറിയിട്ട് കൊടുക്കുക. കാണുന്നുണ്ടോ? അതിന് ശേഷം നമ്മുടെ പ്രസറാണ്, അല്ല നമ്മുടെ ഫിൽറ്റർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചോട്ടിക്ക് പോവില്ല, ഈ ഗ്യാപ്പിൽ നിന്നോളും. ഇതിന് ശേഷം നമ്മുടെ ബൊക്കാഷിൻ്റെ പൊടി, ഒരു 2 സ്പൂൺ ബൊക്കാഷിൻ്റെ പൊടി ഇതിൻ്റെ മുകളിൽ കൂടി വെതറിയിട്ട് കൊടുക്കുക. മതിലകം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ വിവിധങ്ങളായ ഏജൻസികളുടെ വിവിധങ്ങളായ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളടക്കം ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കി കോടികളുടെ 6.5 കോടി രൂപയുടെ വികസനം. അതിനു പുറമെയാണ് ഓരോ കുടുംബങ്ങളിലും പല വിധത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ അംഗീകാരം ലഭ്യമാക്കാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇവിടെ അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയും 16-ാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മുഴുവൻ അംഗങ്ങൾക്കും സർക്കാരിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ സ്വാദ് ഒരു ചെറിയ കണികയെങ്കിലും എത്താത്ത വീട് കാണാൻ സാധ്യതയില്ല. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ EK ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ പൈനൂർ ഐശ്വര്യ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും വകയിരുത്തിയാണ് അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത്. E.T. ടൈസൺ MLA ഐശ്വര്യ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നവമി പ്രസാദ്, മതിലകം CDPO KK ലളിത, ICDS സൂപ്പർവൈസർ ദിവ്യ, വാർഡ് മെമ്പർ PH ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി എല്ലാമായി ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വലിയ വിഷമമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനോട് അനുബന്ധിച്ചൊക്കെ ചില പറഞ്ഞിട്ടുണ്ട് അല്ലേ, വീട്ടമ്മമാർക്ക് കുടുംബിനികൾക്ക് എത്ര
1000 ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചു. ഇനി 1000 കൂട്ടാനുള്ള പണിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അത് നമുക്കറിയാം. അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ട് പെൻഷൻ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് 45 ആദ്യം 45. ഞങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ 105 അത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ IHDP നഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. E.T. ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വാർഡ് മെമ്പർ BB ഷെഫീഖ്, CDS ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ, SC ഡെവലപ്മെന്റ് ഓഫീസർ MS ജിഷ്ണു, SC മോണിറ്ററി കമ്മിറ്റി അംഗങ്ങളായ ശ്യാമ ദേവരാജൻ, PB ബിനോയ്, KC വേണു, PV തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പാപ്പിനിവട്ടം GLPS സ്കൂളിൽ വർണ്ണക്കൂടാരമൊരുക്കി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് വർണ്ണക്കൂടാരമൊരുക്കിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീ പ്രൈമറി ക്ലാസുകളെ ഉയർത്താൻ 10 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. പൂർണ്ണമായും ശിശു കേന്ദ്രീകൃതമായ 13 പ്രവർത്തന ഇടങ്ങളാണ് വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സ്കൂൾ പ്രധാനാധ്യാപിക ഷാർലറ്റ് പിൻഹീറോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മണലൂർ പാലാഴി 18-ാം വാർഡ് കർഷക റോഡിൽ കുറുവങ്ങാട്ടിൽ വിശ്വംഭരന്റെ മകൻ ബിബിൻ നിര്യാതനായി. 30 വയസ്സായിരുന്നു. ഗീതയാണ് അമ്മ. അശ്വനി ഭാര്യയും ത്രിഷിക മകളുമാണ്. സംസ്കാരം പിന്നീട് നടത്തും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചാഴൂർ ജയന്തിപ്പടവ് ബണ്ട് റോഡിലെ പാലത്തിനടിയിൽ ശുചിമുറി മാലിന്യം തള്ളി. പൊതുജനക്ഷേമത്തിനായി 3.25 ഏക്കറോളം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കോൺഗ്രസ് നേതാവ് CJ പോൾസന് ജനകീയ ആദരവ്. മഴ മൂലം മാറ്റിവെച്ച പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ഷഷ്ഠി ആഘോഷ പരിപാടികൾ ഞായറാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.